ഒരു സിനിമയുടെ റീമേക്ക് എടുത്ത് വിജയിപ്പിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റീമേക്ക് കാണുന്ന പ്രേക്ഷകർ അതിന്റെ ഒറിജിനൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം അതുമായി കമ്പയർ ചെയ്ത് നോക്കിയതിനു ശേഷമായിരിക്കും റീമേക്കിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒറിജിനലുമായി കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ പോരായ്മ തോന്നിയാലും അത് റീമേക്ക് സിനിമയെ മോശമായി തന്നെ ബാധിക്കും. ഇത്തരം റീമേക്കുകൾ മലയാളത്തിലേക്ക് വരുന്നത് നന്നേ കുറവാണ്. എന്നാൽ മലയാളത്തിൽ നിന്നും അന്യഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു പോകുന്ന സിനിമകളുടെ എണ്ണം വളരെ കൂടുതലുമാണ്. ഇതിൽ തന്നെ മലയാളത്തിൽ നിന്നും റീമേക്ക് ചെയ്യപ്പെട്ട് അന്യഭാഷകളിൽ പോയി വിജയിക്കുകയും നല്ല പ്രേക്ഷക പ്രശംസ നേടുകയും ചെയ്ത ചിത്രങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ ഇതിലും കൂടുതൽ ചിത്രങ്ങൾ റീമേക്ക് ചെയ്ത് പരാജയപ്പെട്ടവയായിരിക്കും. ഇങ്ങനെ മലയാളത്തിൽ നിന്നും അന്യഭാഷകളിൽ പോയി പരാജയപ്പെട്ടതോ മോശം അഭിപ്രായം നേടിയെടുത്തിട്ടുള്ളതോ ആയ 10 ചിത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. സോ ഇനി നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കടക്കാം. 1. ഹിറ്റ്ലർ. സിദ്ദീഖ് സ്വതന്ത്ര സംവിധായകനായ ശേഷം മമ്മൂട്ടിയെ നായകനാക്കി ചെയ്ത ചിത്രമായിരുന്നു ഹിറ്റ്ലർ. 1996 ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. അന്ന് നല്ല സാമ്പത്തിക വിജയവും പ്രേക്ഷക അഭിപ്രായങ്ങളും ചിത്രം നേടുകയുണ്ടായി. തുടർന്ന് അടുത്ത വർഷം 1997 മുത്തുലേ സുബ്ബയ്യ സംവിധാനം ചെയ്ത് ചിരഞ്ജീവി നായകനായി ഇതേ പേരിൽ തന്നെ ഒരു തെലുങ്ക് ചിത്രം വന്നിരുന്നു. തുടർ പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ചിരഞ്ജീവിക്ക് ഒരു നല്ല വിജയം നേടിക്കൊടുത്ത ചിത്രം കൂടിയായിരുന്നു ഹിറ്റ്ലർ. എന്നാൽ 2000 ഹിന്ദിയിൽ പുറത്തുവന്ന ക്രോധ് എന്ന സുനിൽ ഷെട്ടി നായകനായ ഹിറ്റ്ലറിന്റെ റീമേക്ക് ഒരു ആവറേജ് വിജയം മാത്രമാണ് നേടിയെടുത്തത്. തെലുങ്ക് റീമേക്ക് നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്തപ്പോൾ കൂടുതലും നെഗറ്റീവ് അഭിപ്രായങ്ങളായിരുന്നു സുനിൽ ഷെട്ടിയുടെ ക്രോധ് എന്ന സിനിമയ്ക്ക് നേരിടേണ്ടി വന്നത്. 2. CID മൂസ. ജോണി ആന്റണി സംവിധാനം ചെയ്ത് സൂപ്പർ ഹിറ്റായി മാറിയ കോമഡി ചിത്രമായിരുന്നു CID മൂസ. ഇപ്പോൾ കണ്ടാലും നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിലുണ്ട്. ചിത്രത്തിന്റെ 2ാം ഭാഗം വരാൻ പോകുന്നു എന്ന വാർത്തകൾ ചിത്രത്തിന്റെ ആരാധകരിൽ വളരെ പ്രതീക്ഷകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ തമിഴ് റീമേക്കാണ് ചീന താന 001. ചിത്രം ഒരു വമ്പൻ പരാജയമായിരുന്നു. പ്രസന്നയും വടിവേലുമെല്ലാമായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇതിലും മോശം ചിത്രമായിരുന്നു 2013 കന്നഡയിൽ റിലീസായിട്ടുള്ള CID ഈശ എന്ന ചിത്രം. CID മൂസയുടെ ഒരു സ്പൂഫ് എന്ന് വേണമെങ്കിൽ മാത്രം ഈ ചിത്രത്തെ പറയാം. തമിഴിൽ പ്രസന്നയുടെയും മറ്റും പ്രകടനങ്ങൾ അത്ര മോശമല്ലായിരുന്നുവെങ്കിലും കന്നഡ CID മൂസയിലെ നായകന്റെയും മറ്റും പ്രകടനങ്ങൾ ഗംഭീര ഓവറായിരുന്നു. 3. അയ്യപ്പനും കോശിയും. മൺമറഞ്ഞുപോയ അതുല്യ തിരക്കഥാകൃത്തും സംവിധായകനുമായ സച്ചി ഒരുക്കിയ അവസാന ചിത്രമായിരുന്നു അയ്യപ്പനും കോശിയും. സച്ചി സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ ബെസ്റ്റ് ചിത്രമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. മികച്ച തിരക്കഥ കൂടാതെ അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനം കൂടിയായപ്പോൾ ചിത്രത്തെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഈ ചിത്രത്തിന്റെ റീമേക്കായി തെലുങ്കിൽ വന്ന ചിത്രമായിരുന്നു ഭീംല നായക്. ചിത്രം ബോറായിരുന്നു. ആക്ഷൻ രംഗങ്ങൾ പതിവ് തെലുങ്ക് ചിത്രങ്ങളെ പോലെ തന്നെ ഓവറാക്കുകയും ബിജു മേനോന്റെയും പൃഥ്വിരാജിന്റെയും അഭിനയത്തിന്റെ പകുതി പോലും തെലുങ്കിൽ കാഴ്ചവെക്കാതെ കൂടി വന്നപ്പോൾ ചിത്രം ഒരുപാട് വിമർശനങ്ങളും ട്രോളുകളുമാണ് ഏറ്റുവാങ്ങിയത്. 4. ന്യൂഡൽഹി. ജോഷിയും മമ്മൂട്ടിയും ഒന്നിച്ച് 1982 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ന്യൂഡൽഹി. പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന സമയത്ത് മമ്മൂട്ടിക്ക് ഒരു വമ്പൻ ഹിറ്റ് കൊടുത്ത ചിത്രം കൂടിയായിരുന്നു ഇത്. മലയാളത്തിലെ കൾട്ട് ക്ലാസിക് ചിത്രങ്ങളിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു ന്യൂഡൽഹി. ഇതിന്റെ റീമേക്കായി 1988 തെലുങ്കിൽ പുറത്തുവന്ന ചിത്രമായിരുന്നു അന്തിമ തീർപ്പ്. ചിത്രം തരക്കേടില്ലാത്ത വിജയം നേടുകയും മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ് നായകനായ കൃഷ്ണം രാജു നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ ഇതേ വർഷം തന്നെ ഹിന്ദിയിൽ റീമേക്ക് ചെയ്യപ്പെട്ട ന്യൂഡൽഹി എന്ന ചിത്രം വമ്പൻ പരാജയമാണ് ഏറ്റുവാങ്ങിയിരുന്നത്. ജോഷി തന്നെയാണ് ചിത്രം സംവിധാനം ചെയ്തിരുന്നത്. മലയാളത്തിലെ പോലെ തന്നെ ഉർവശി, സുമലത, ത്യാഗരാജൻ തുടങ്ങിയവരെല്ലാം പ്രധാന വേഷങ്ങൾ ഹിന്ദിയിലും കൈകാര്യം ചെയ്തിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയവും മോശം അഭിപ്രായങ്ങളും നേടിയെടുത്തു. 5. ലൂസിഫർ. പൃഥ്വിരാജ് സുകുമാരൻ ആദ്യമായി സംവിധാനം ചെയ്ത് റെക്കോർഡുകളിട്ട ചിത്രമായിരുന്നു ലൂസിഫർ. സംവിധാനവും തിരക്കഥയും അഭിനയവും എല്ലാം കൊണ്ടും ചിത്രം മലയാളത്തിലെ മികച്ച ത്രില്ലർ സിനിമകളുടെ ലിസ്റ്റിൽ മുൻപന്തിയിൽ തന്നെ എത്തി. ഇതിന്റെ റീമേക്കായി 2022 തെലുങ്കിൽ വന്ന ചിത്രമായിരുന്നു ഗോഡ് ഫാദർ. ചിരഞ്ജീവിയും സൽമാൻ ഖാനുമെല്ലാമാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ലൂസിഫറിലെ മോഹൻലാലിന്റെ പ്രകടനം തീരെ പോരാ, ഇതിലും മികച്ചത് ഞാൻ കാഴ്ചവെക്കും എന്നെല്ലാം സിനിമ ഇറങ്ങും മുമ്പ് ചിരഞ്ജീവി പ്രമോഷൻ പരിപാടികളിലും മറ്റും പറഞ്ഞിരുന്നു. എന്നാൽ സിനിമ ഇറങ്ങിയ ശേഷം മോഹൻലാലിന്റെ പ്രകടനം കാഴ്ചവെക്കുമെന്നല്ല, മോഹൻലാൽ കാൽ വെച്ചതുപോലും മര്യാദയ്ക്ക് കാണിക്കാൻ തനിക്ക് അറിയില്ല എന്ന് ചിരഞ്ജീവി തെളിയിച്ചു. ലൂസിഫറിൽ മോഹൻലാലും പൃഥ്വിരാജും ചെയ്ത സെയ്ദ് മസൂദ്, സ്റ്റീഫൻ നെടുമ്പള്ളി എന്നീ കഥാപാത്രങ്ങളെ തെലുങ്കിൽ കോമഡി പീസുകളാക്കിയാണ് അവതരിപ്പിച്ചിരുന്നതും. 6. ബാംഗ്ലൂർ ഡേയ്സ്.
അഞ്ജലി മേനോൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് സൂപ്പർ ഹിറ്റായി മാറിയ ഫാമിലി എന്റർടൈനർ ചിത്രമായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ്. ദുൽഖറും നിവിനും ഫഹദും നിത്യ മേനോനും പാർവതി തിരുവോത്തും ഉൾപ്പെടെ ആ സമയത്ത് യുവ നടീനടന്മാരിൽ തിളങ്ങി നിന്നിരുന്നവരുടെ ഒരു കൂട്ടം തന്നെ ചിത്രത്തിലുണ്ടായിരുന്നു. ഇതിന്റെ തമിഴ് റീമേക്കായി 2016 ഭാസ്കർ സംവിധാനം ചെയ്തു വന്ന ചിത്രമായിരുന്നു ബാംഗ്ലൂർ നാട്കൾ. ആര്യ, ബോബി സിംഹ, ശ്രീദിവ്യ എന്നിവരായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. ഒറിജിനൽ ബാംഗ്ലൂർ ഡേയ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ചിത്രം വെറുമൊരു ആവറേജ് മാത്രമായിരുന്നു എന്നതായിരുന്നു കാരണം. 7 ചതിക്കാത്തയന്തു. റാഫി മെക്കാട്ടിൻ ജയസൂര്യയെ നായകനാക്കി അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ചതിക്കാത്തയന്തു. ജയസൂര്യയുടെ എക്കാലത്തെ മികച്ച ചിത്രങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഇത്. ഇതിന്റെ കന്നഡ റീമേക്കായി 2011 പുറത്തുവന്ന ചിത്രമായിരുന്നു കൽമഞ്ച. ചിത്രം സാമ്പത്തികമായെല്ലാം വിജയിച്ചതാണ്. കൂടാതെ കർണാടകയിൽ നല്ല അഭിപ്രായങ്ങളും നേടിയിട്ടുമുണ്ട്. എന്നാൽ ചതിക്കാത്തയന്തു കണ്ടിട്ടുള്ള മലയാളി പ്രേക്ഷകർക്ക് ചിത്രം തീരെ ദഹിക്കില്ല. ഓവർ എന്നല്ല, ഓവറിന്റെ അൾട്ടിമേറ്റ് വേർഷൻ എന്ന് വേണം ചിത്രത്തിലെ അഭിനേതാക്കളുടെ പ്രകടനത്തെപ്പറ്റി പറയാൻ. അതുകൊണ്ട് തന്നെ ചിത്രം മലയാളത്തിൽ ഒരുപാട് ട്രോളുകൾക്കും മറ്റും വിധേയമായിട്ടുണ്ട്. 8 താളവട്ടം. മോഹൻലാലും പ്രിയദർശനും ഒന്നിച്ച് 1986 റിലീസ് ചെയ്ത ചിത്രമായിരുന്നു താളവട്ടം. വൺ ഫ്ലൂ ഓവർ ദി കുക്കൂസ് നെസ്റ്റ് എന്ന സിനിമയെ ഇൻസ്പയർ ചെയ്തു വന്ന ചിത്രം കൂടിയായിരുന്നു താളവട്ടം. ചിത്രം വമ്പൻ വിജയം തന്നെയായിരുന്നു നേടിയിട്ടുള്ളത്. ഈ ചിത്രത്തിന്റെ റീമേക്കായി 2005 ഹിന്ദിയിൽ പ്രിയദർശൻ സംവിധാനം ചെയ്തു വന്ന ചിത്രമായിരുന്നു ക്യൂങ്കി. സൽമാൻ ഖാനും കരീന കപൂറും എല്ലാമായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. സാമ്പത്തികമായി ചിത്രം തരക്കേടില്ലാത്ത വിജയമെല്ലാം നേടിയിട്ടുണ്ടെങ്കിലും അഭിനയത്തിന്റെ പേരിൽ മോഹൻലാലുമായി കമ്പയർ ചെയ്ത് മോശം അഭിപ്രായങ്ങളാണ് സൽമാൻ ഖാൻ നേടിയെടുത്തത്. 9 പ്രേമം. 2015 നിവിൻ പോളിയെ നായകനാക്കി അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത് സൂപ്പർ ഹിറ്റായി മാറിയ ചിത്രമായിരുന്നു പ്രേമം. അൽഫോൺസ് പുത്രനും നിവിൻ പോളിയും ഒന്നിച്ച രണ്ടാമത്തെ ചിത്രം കൂടിയായിരുന്നു ഇത്. നിവിൻ പോളിയുടെയും അൽഫോൺസ് പുത്രന്റെയും കരിയറിലെ ബെസ്റ്റ് ചിത്രങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു പ്രേമം എന്ന് വേണമെങ്കിലും പറയാം. ചിത്രത്തിന്റെ റീമേക്കായി നാഗചൈതന്യയും ശ്രുതിഹാസനും അനുപമ പരമേശ്വരനുമെല്ലാം ഒന്നിച്ച് 2016 തെലുങ്കിൽ ഇതേ പേരിൽ തന്നെ ഒരു ചിത്രം വന്നിരുന്നു. മലയാളത്തിലെ പ്രേമം സിനിമ കണ്ട് ഞെട്ടിയിരുന്ന മലയാളികൾ തെലുങ്ക് പ്രേമത്തിൽ പ്രേമമല്ല മറിച്ച് കോപ്രായമാണ് കണ്ടത്. നാഗചൈതന്യയ്ക്കും ശ്രുതിഹാസനും മലയാളത്തിൽ സായി പല്ലവിയും നിവിൻ പോളിയും കാഴ്ചവെച്ച പ്രകടനത്തിന്റെ 7 അയലത്ത് പോലും എത്താൻ സാധിച്ചുമില്ല. അവസാനത്തേത് ബോഡിഗാർഡ്. 2010 ദിലീപിനെയും നയൻതാരയുമെല്ലാം പ്രധാന കഥാപാത്രങ്ങളാക്കി സിദ്ദീഖ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബോഡിഗാർഡ്. ഒരിടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് സംവിധായകന്റെ കുപ്പായം അണിഞ്ഞു വന്ന സിദ്ദീഖ് ബോഡിഗാർഡിലൂടെ വമ്പൻ വിജയത്തോട് തന്നെയാണ് രണ്ടാം വരവ് ആഘോഷമാക്കിയത്. ഇതിന്റെ തുടർച്ചയെന്നോണം ഹിന്ദിയിൽ സൽമാൻ ഖാനെയും കരീനയുമെല്ലാം പ്രധാന കഥാപാത്രങ്ങളാക്കി സിദ്ദീഖ് തന്നെ ഇതിന്റെ റീമേക്ക് ചെയ്തിരുന്നു. ആ സിനിമയും വമ്പൻ ഹിറ്റായി മാറുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതിനുശേഷം 2011 ജഗേഷിനെ നായകനാക്കി ഇതേ പേരിൽ തന്നെ കന്നഡയിൽ ഒരു ചിത്രം പുറത്തു വന്നിരുന്നു. ചിത്രം ഒരു വമ്പൻ ദുരന്തമാണെന്ന് തന്നെ പറയാം. ബോക്സ് ഓഫീസിൽ വലിയ പരാജയം നേരിട്ട ചിത്രം ഒരുപാട് നെഗറ്റീവ് റിവ്യൂകളും നേടിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളാണ് മലയാളത്തിൽ നിന്നും അന്യഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തു പോയി പരാജയപ്പെട്ടതോ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതോ ആയിട്ടുള്ള ചിത്രങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതിലും കൂടുതൽ ചിത്രങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അതെല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. സെക്കൻഡ് പാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.